നിനക്ക് ആരും ഇങ്ങനത്തെ കുഞ്ഞിപ്പൊട്ടൊക്കെ തൊട്ട് വരുന്നേ? പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലൊക്കെ പിഷാരടിയെ പലവരും ഒരു കോമഡി താരമായിട്ടായിരുന്നു വിലയിരുത്തിയിരുന്നത്. കോൺഗ്രസിലെ അതിപ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിട്ടും ഇതുപോലുള്ള ഒരു കോമഡി താരത്തിനാണോ അവിടുത്തെ സിറ്റിംഗ് സീറ്റ് കൊടുത്തത് എന്നുള്ള ചോദ്യം പലവരും ഉന്നയിച്ചതാണ്. അതായത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പിഷാരടിയുടെ തുടക്കത്തിലുള്ള പ്രചാരണം. അപ്പോൾ പലവരും ചോദിച്ചിരുന്നു, മമ്മൂട്ടി അവിടെ വരുന്നതാണോ ഏറ്റവും വലിയൊരു വികസനം എന്നുള്ള രീതിയിൽ. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോഴും പിഷാരടിയുടെ രാഷ്ട്രീയ വ്യക്തിത്വം കൂടുതൽ തെളിഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസം പിഷാരടിയുടെ പ്രചാരണത്തെ അവിടുത്തെ BJPയുടെ കോൺസുലറുടെ സാന്നിധ്യത്തിൽ തടയുകയുണ്ടായി. അതായത് പാലക്കാട് അവരുടെ ഏറ്റവും സ്വാധീനമുള്ള മേഖലയിലേക്ക് പിഷാരടി പ്രചാരണത്തിന് പോയപ്പോൾ അവിടുത്തെ BJPന്റെ അനുഭാവികളും മറ്റും തടയുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സമയത്ത് പിഷാരടി സ്വീകരിച്ച ആ വ്യക്തിത്വമാണ് പിന്നീട് ജനങ്ങളിലുള്ള ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയത്, അതായത് കോൺഗ്രസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ എത്രയോ നല്ല നല്ല വർഷങ്ങളോളം രാഷ്ട്രീയ പരിചയമുള്ള വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളായി നിർത്താൻ പറ്റുന്ന നേതാക്കൾ ഉണ്ടായിട്ടും ഈ കോമഡിക്കാരമായ ഈ പിഷാരടിക്ക് എന്തിനാണ് സീറ്റ് കൊടുത്തതെന്നുള്ള കാര്യം എന്റെ പല സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇന്നത് പിഷാരടി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോലും ഒരു അതിശയം, അതായത് പിഷാരടി ഇത്രമാത്രം രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ വ്യക്തിത്വം ഉണ്ട് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും പിഷാരടി അവിടെ വിജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതും BJPയുടെ ഏറ്റവും പ്രഗത്ഭരായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ 10,000-ലേറെ വോട്ടിന് വിജയിച്ചതാണെങ്കിൽ അതിനു മുൻപ് ഷാഫി വളരെ കുറഞ്ഞ വോട്ടിനായിരുന്നു വിജയിച്ചിരുന്നത്. പിന്നീട് ഒരു തരംഗമുണ്ടായതിനു ശേഷമാണ് കഴിഞ്ഞ തവണ രാഹുൽ വിജയിച്ചത്. പിന്നീട് രാഹുൽ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനൊരു മംഗളം വന്ന ശേഷമാണല്ലോ പിഷാരടിയെ അവിടത്തേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അവിടെ വിജയിക്കുകയാണെങ്കിൽ ആ മണ്ഡലം തീർച്ചയായിട്ടും വികസനത്തിന്റെ പാതയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം അത്രക്കും ഒരു വ്യക്തിത്വം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ പിഷാരടിയുടെ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാം. കാരണം ആ സംഭവം ഉണ്ടായപ്പോൾ BJPക്കാർ അദ്ദേഹത്തെ തടഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ വിഷയത്തെ വളരെ ഇതായിട്ടാണ് കൈകാര്യം ചെയ്തത്. മറ്റുള്ള സ്ഥലത്തായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ പിഷാരടി വളരെ സമാധാനത്തോടു കൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ പിഷാരടിക്ക് അതുവഴിയാണ് ജനങ്ങളുടെ സ്വീകാര്യത പിഷാരടിക്ക് ഉണ്ടായത്. ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ ഒരു വീഡിയോ, പല സ്ഥലങ്ങളിലും പിഷാരടി പോകുമ്പോൾ അവിടുത്തെ വൃദ്ധരായ സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികളൊക്കെ അദ്ദേഹത്തിനെ വരവേൽക്കുന്ന രീതിയാണ്. ഏതായാലും ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് പറയുന്നില്ല. പക്ഷെ പിഷാരടിയുടെ ഒരു കോമഡി താരമാണെന്നും പിഷാരടിയെ പോലുള്ള ഒരു സ്കിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കൊണ്ടപ്പെട്ട് മത്സരിച്ച് ആ സീറ്റ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു ഇതാണ്. അത് ഞാനടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ഇതാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്.